വർഷത്തിലൊരിക്കൽ മാത്രം മൂകാംബിക ക്ഷേത്രത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ ഈ ആചാരത്തെക്കുറിച്ച് അറിയുമോ? മഞ്ഞൾ വെള്ളത്തിൽ ആറാടുന്ന ഭക്തരുടെ ഈ കളി കണ്ട് രസം പിടിക്കുന്ന മൂകാംബിക ദേവി ശ്രീകോവിലിൽ നിന്നും അല്പം തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ വർഷവും മീനമാസത്തിൽ നടക്കുന്ന മഹാരഥോത്സവത്തിൻ്റെ പരിസമാപ്തി ദിവസത്തെ ഈ ഓക്കുളി എന്ന ചടങ്ങും പിന്നെ സവർണികയിൽ നടക്കുന്ന ദേവിയുടെ ആറാട്ടും കാണുവാൻ മൂകാംബികയിലേക്ക് പോയാലോ? കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള മൂകാംബിക ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് മൂകാംബിക റോഡ്, ബൈന്ദൂർ. ഇവിടെ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ടാക്സികളൊക്കെ കിട്ടുമെങ്കിലും അടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പിടിച്ച് 35-40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മൂകാംബികയിലെത്താം. കൊല്ലൂരെത്തി റൂം എടുത്തു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് സൗവർണിക നദിയിലേക്കാണ്. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരമുണ്ട് സൗവർണിക നദിയിലേക്ക് നടക്കുവാൻ. ഒരു ചെറിയ ഗണപതി ക്ഷേത്രത്തിൻ്റെ അരികിലൂടെയാണ് നമ്മൾ സൗവർണികയിലേക്ക് ഇറങ്ങുന്നത്. സിനിമയിലും കഥകളിലും പുരാണങ്ങളിലും ഒക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ഈ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ കുടജാദ്രി മലനിരകളിൽ നിന്നുമാണ്. കുടജാദ്രി ചെന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂല എന്ന ഗുഹയിൽ നിന്നും ഇതിൻ്റെ ഒരു ഉറവ നമുക്ക് കാണാൻ കഴിയും. മലനിരകളിലെ ഉൾക്കാട്ടിൽ നിന്നും പലതരത്തിലുള്ള ഉറവുകൾ ഉത്ഭവിച്ച് ഔഷധ ചെടികളുടെ വേരുകളിലൂടെ തട്ടി ഒഴുകി താഴ്വാരത്തേക്ക് വരുമ്പോൾ ഈ പുഴയിലെ വെള്ളത്തിന് 64 തരം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്നും മുങ്ങി വരുമ്പോൾ തന്നെ നമുക്കത് അനുഭവമാണ്. മണിക്കൂറുകൾ നീണ്ട ഉറക്കമില്ലാത്ത യാത്രയുടെ ക്ഷീണമൊന്നും പിന്നെ ഒരു പൊടി പോലും ഉണ്ടാവില്ല. പിന്നീട് പ്രത്യേകത, ദേവിയുടെ ഉത്സവത്തിലെ ആറാട്ട് നടക്കുന്നത് ഈ പുഴയിലാണ്. അലങ്കരിച്ച് കിടക്കുന്ന ഈ തോണിയൊക്കെ ഒരുപക്ഷെ ആറാട്ടിന് ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നുള്ളത്, ഈ നദിയുടെ പേര് തന്നെയാണ് സൗവർണിക. സുബർണൻ തപസ് ചെയ്ത സ്ഥലം. സുബർണൻ ഗരുഡ ഭഗവാന്റെ മറ്റൊരു പേരാണ്. ഒരിക്കൽ സർപ്പശാപമേറ്റ ഗരുഡ ഭഗവാൻ ഈ നദിയുടെ തീരത്ത് വന്ന് തപസ്സനുഷ്ഠിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി എന്ന് ആണ് ഒരു ഐതിഹ്യം. നദിയുടെ തീരത്ത് നിന്നും കുറച്ചു മാറി ഗരുഡ ഗുഹ ഇപ്പോഴും കാണാൻ കഴിയും. ശാന്തത ധ്യാനിച്ചൊഴുകുന്ന കാടിന് നടുവിലെ ഈ പുഴയുടെ തീരത്ത് എത്ര നേരം ചിലവഴിച്ചാലും നമുക്ക് കുറച്ചു നേരം കൂടി ഇരിക്കാൻ തോന്നും. നദിയുടെ തീരത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ തപസ്സുകളായ ആൾക്കാരുടെ ചെറിയ മനോഹരമായ വീടുകളുണ്ട്. പിന്നെ കവുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും പല കൃഷിസ്ഥലങ്ങളും ചേർന്ന ഒരു ചെറിയ ഗ്രാമവും ഇതിനോട് ചേർന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നദിയോട് ചേർന്നിട്ടുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് വൈകിട്ട് ആറാട്ടിലെത്തുന്ന ദേവിയെ വരവേൽക്കുവാനായി കുട്ടികൾ പൂക്കളങ്ങളും കോലങ്ങളും തയ്യാറാക്കുന്നുണ്ട്. ഉത്സവത്തിന് തുറന്നു വച്ചിരിക്കുന്ന പലതരത്തിലുള്ള കടകൾക്കരിയിലൂടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് എത്തി. ക്ഷേത്രത്തിന് ചുറ്റി നിൽക്കുന്നത് 12 അടിയോളം ഉയരമുള്ള ആനപ്പള്ള മതിൽ. കിഴക്കേ ഗോപുരത്തോട് ചേർന്ന് കാണുന്നത് ഇന്നലെ നടന്ന മഹാരഥോത്സവത്തിൽ എഴുന്നള്ളിക്കപ്പെട്ട 7 നിരകളോടുകൂടിയ ബ്രഹ്മരഥം. പടിഞ്ഞാറ് വശത്തും ഇതുപോലെ തന്നെ ഒരു ഗോപുരമുണ്ട്. ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ മുൻവശത്ത് ദേവി നട തുറക്കുമ്പോൾ ആദ്യം കാണുന്ന 2 പേരുണ്ട്. പുലർച്ചെ നട തുറക്കുമ്പോൾ ദേവി ആദ്യം കാണുന്നത് മനുഷ്യരെയൊന്നുമല്ല, ഈ പശുവിനെയും പശുക്കിടാവിനെയുമാണ്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് ഒരു സ്വർണ്ണ കൊടിമരവും പിന്നെ ഏതാണ്ട് അത്രയും വലുപ്പമുള്ള ദീപസ്തംഭവുമാണ്. കന്നഡ ശൈലിയിലുള്ള കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം
സ്തൂപാകൃതിയും താഴ്വശം ചതുരാകൃതിയുമാണ്. ദൈവസ്തംഭത്തിൻ്റെ ചുവട്ടിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്, സ്തംഭ ഗണപതി. പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. എല്ലാ ദിവസവും വിദ്യാരംഭം നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. സരസ്വതി മണ്ഡപത്തിനോട് ചേർന്ന് ഹോമപുരയും തിടപ്പള്ളിയും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് 5 ശ്രീകോവിലുകൾ കാണാം. ആദ്യത്തെ ശ്രീകോവിലിൽ പഞ്ചമുഖ ഗണപതിയും പിന്നെയുള്ള 4 ശിവലിംഗ പ്രതിഷ്ഠകളുമാണ്. പിന്നെ കാളീദേവിയും വീരഹനുമാനും ഉപദേവതകളായുണ്ട്. വടക്ക് കിഴക്കേ ദിക്കിൽ ദേവിയുടെ അംഗരക്ഷകനായ വീരഭദ്രസ്വാമി കുടികൊള്ളുന്നു. ആദ്യം വീരഭദ്രസ്വാമിയെ തൊഴണം എന്നാണ് ആചാരം. അതിനുശേഷം മാത്രമേ ശ്രീകോവിലിൽ ദേവിയെ ദർശിക്കാവൂ എന്നാണ്. സരസ്വതി മണ്ഡപത്തിൻ്റെ മുൻവശത്ത് തൻ്റെ കലാസാധന ദേവിക്ക് സമർപ്പിക്കുകയാണ് നർത്തകിയായ ഒരു കുട്ടി. നമ്മളങ്ങനെ മൂകാംബിക ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇന്നലെ നടന്ന മഹാരഥോത്സവത്തിലെ ബ്രഹ്മരഥം. ഇനി വൈകുന്നേരത്തെ ദർശനത്തിന് ഇടയ്ക്കുള്ള സമയം നമുക്ക് കുറച്ച് ഫ്രീ ഉണ്ട്. ആ സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് 1 കിലോമീറ്റർ അകലെയുള്ള ധർമ്മപീഠം എന്ന ഈ മെഡിറ്റേഷൻ സെന്റർ. 2011 ശ്രീ തഥാഗതൻ എന്ന ആത്മീയ ഗുരുവാണ് ഈ മെഡിറ്റേഷൻ സെന്റർ ചിട്ടപ്പെടുത്തിയത്. വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ധ്യാന കേന്ദ്രത്തിന് 4 ദിക്കിലും ഒരേ ആകൃതിയിലുള്ള പ്രവേശന കവാടമാണ്. സ്റ്റെപ്പിലൂടെ ഉള്ളിലേക്ക് കയറി ചെന്നു കഴിഞ്ഞാൽ അതിവിശാലമായ ഒരു ഹോളും അതിൻ്റെ ഉള്ളിൽ ഒരു ധ്യാനലിംഗവുമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാം, പക്ഷേ നമ്മൾ പരിപൂർണ്ണ നിശബ്ദരായിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രം. ഇതിനോട് ചേർന്ന് മുറ്റം നിറയെ പടർന്നു നിൽക്കുന്ന വലിയ ഒരു പേരാലും അതിനു ചുവട്ടിൽ ധ്യാനത്തിലാടുന്ന ഒരു ബുദ്ധപ്രതിമയുമുണ്ട്. മൂകാംബികയിൽ വരുമ്പോൾ കിട്ടുന്ന ഇടനേരങ്ങളിൽ റൂമിൽ ഇരിക്കുന്നതിനേക്കാൾ റിലാക്സേഷനാണ് ഇവിടെ വന്ന് കുറച്ചു നേരം ചിലവഴിച്ചു കഴിഞ്ഞാൽ. നമ്മൾ വീണ്ടും വൈകുന്നേരത്തെ ദീപാരാധനയ്ക്കായി മൂകാംബികയിൽ എത്തി. വൈകുന്നേരത്തെ മൂകാംബിക ഉത്സവ ദിവസമായതിനാൽ വർണ്ണപ്രപഞ്ചത്തിലാണ്. ഇപ്പോൾ മംഗളാരതി നടക്കുകയാണ്. ഇവിടെ നിത്യപൂജയിൽ 3 ശിവേലികളും 5 പൂജകളുമാണുള്ളത്. ഉപദേവതകൾക്ക് നിവേദ്യവും ദീപാരാധനയുമൊക്കെ അർപ്പിക്കുന്ന അത്താഴ ശിവേലി. ദേവി തന്നെ പുറത്തു വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉപദേവതകളെല്ലാം നിവേദ്യവും ദീപാരാധനയുമൊക്കെ സ്വീകരിച്ച് പ്രസന്നരായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു എന്നാണ് സങ്കല്പം. എല്ലാ പൂജകളും കഴിഞ്ഞാണ് പൂക്കുളി എന്ന ഈ ചടങ്ങ്. സരസ്വതി മണ്ഡപത്തോട് ചേർന്നിട്ടുള്ള ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് മഞ്ഞൾപ്പൊടി കലർത്തി ഒരു മഞ്ഞൾ വെള്ളത്തിൻ്റെ കുളമുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ. പരമ്പരാഗതമായി ഈ കളിയിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ചിട്ട് വരുന്നു. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വന്ന അവർ മഞ്ഞൾ കുളത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു. കുളത്തിലേക്ക് നീണ്ടുകിടക്കുന്ന കപ്പയിൽ കൊരുത്തിട്ട ഒരു കയർ നമുക്ക് കാണാം. കയറിൻ്റെ ഒരറ്റത്ത് പഴുക്കയുടെ ഒരു കുല അവർ കൊരുക്കുന്നുണ്ട്. പിന്നീട് മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന പഴുക്കയുടെ കുല കെട്ടുവാനായി ഓരോ കളിക്കാരും ഉയർന്നു ചാടുന്നു. കളിക്കാരെ മോഹിപ്പിക്കുവാനായി ഇടയ്ക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുമെങ്കിലും കുളിയിലൊന്ന് തൊട്ട് താഴേക്ക് വീഴുകയാണ് പല കളിക്കാരും. ഒന്നും കെട്ടാതെ വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വന്ന് ആവേശത്തോടെ ചാടുന്നുണ്ട് ഓരോ കളിക്കാരും.
ഒരാൾ കുരലേക്ക് ചാടി വീണെങ്കിലും ഒരു കഷ്ണം കെട്ടിക്കൊണ്ട് പുള്ളിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. പക്ഷെ അവസാനം അതാ ഒരാൾ കൊല മുഴുവൻ കൈവരിക്കുന്നു. പിന്നെ കളിക്കാരെല്ലാം ആവേശത്തോടെ കുളത്തിലേക്ക് എടുത്തു ചാടുന്നു. അതിനുശേഷം ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിനു ചുറ്റും ഒരു തവണ ഓടി പ്രദക്ഷിണം വയ്ക്കുന്നു. ഈ കളി കണ്ട് രസം പിടിക്കുന്ന സാക്ഷാൽ മൂകാംബിക ദേവി ശ്രീകോവിലിൽ അല്പം തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്ന് ഒരു പറച്ചിലുണ്ട്. ശ്രീകോവിലിന് ഒന്ന് പ്രദക്ഷിണം വെച്ച് വന്ന കളിക്കാർ അടുത്ത കളിക്ക് റെഡിയാണ്. ഇപ്രാവശ്യം ഒരു പൊമ്പളങ്ങിയാണ് കയ്യിലൊതുക്കേണ്ടത്. രണ്ടുപേരും എതിർവശത്ത് ഒരേ സമയത്ത് ചാടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതെ നോക്കേണ്ട ഒരു റിസ്ക് എലമെൻ്റൊക്കെ ഉണ്ട്. എന്തായാലും വീരന്മാരായ കളിക്കാര് കുമ്പളങ്ങിയും കൈവരിച്ചിട്ടുണ്ട്. വീണ്ടും ക്ഷേത്രത്തിന് ചുറ്റും പായാണ്. അടുത്ത റൗണ്ടിൽ ഒരു കരിക്കിൻ്റെ പുലിയാണ്. ഈ റൗണ്ടിൽ അവർ പെട്ടെന്ന് തന്നെ കരിക്കിൻ്റെ പുല കൈക്കലാക്കി. പൂക്കുളി ഉത്സവം കഴിഞ്ഞ് ആറാട്ടിനായി നമ്മൾ സൗവർണിക തീരത്തെത്തി. ഇവിടെ ഫെസ്റ്റിവൽ മൂഡാണ്. ആകാശം മുഴുവൻ വർണ്ണപ്രവർത്തന. സൗവർണിക നദിയുടെ അങ്ങേക്കരയിലുള്ള ഓലക മണ്ഡപത്തിലേക്കാണ് ആറാട്ടിനായി ദേവിയുടെ വിഗ്രഹം ഇപ്പോൾ എത്തിക്കുന്നത്. ആറാട്ടിന് ശേഷമുള്ള രാത്രിയിൽ ദേവി വിശ്രമിക്കുന്ന സ്ഥലമാണ് ഓലക മണ്ഡപം. അങ്ങേക്കരയിലേക്ക് താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ തടിപ്പാലത്തിലൂടെയാണ് ദേവിയുടെ വിഗ്രഹം പുരോഹിതന്മാർ എത്തിക്കുന്നത്. പൂജയുമായി ബന്ധമുള്ളവർക്കും ക്ഷേത്രാചാരങ്ങളുമായി അടുത്തു നിൽക്കുന്നവർക്കും മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം. നമ്മളിപ്പോൾ കാണുന്നതാണ് തെപ്പോത്സവം. തെപ്പോത്സവം എന്നാൽ അലങ്കരിച്ച ഒരു തോണിയിൽ ദേവിയുടെ വിഗ്രഹത്തെ സൗവർണിക നദിയിലൂടെ 3 തവണ പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളിക്കുന്നതാണ്. നാദസ്വരങ്ങളുടെയും വാദ്യഘോഷങ്ങളെയും അകമ്പടി. രാത്രിയിൽ കാടിനടുവിലെ ശാന്തമായ പുഴയിലൂടെ മെല്ലെ ഒഴുകി നീങ്ങുന്ന സ്വർണ്ണ നിറമുള്ള തോണി. സൗവർണികയിലേക്ക് അലിഞ്ഞു ചേരുന്ന നാദസ്വരത്തിൻ്റെ നിഗൂഢമായ രാഗങ്ങൾ. നദിയുടെ തീരത്തിരിക്കുന്ന ഓരോ ഭക്തന്റെ ഹൃദയവും ദേവി എന്ന പ്രകൃതീശ്വരിയിൽ മുങ്ങി നിവരുന്നു. ശരിക്കും മാറാട്ട് നടക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലാണ്. മൂന്ന് തവണയുള്ള പ്രദക്ഷിണത്തിന് ശേഷം പ്രധാന അർച്ചകൻ ദേവിയുടെ വിഗ്രഹവുമായി സൗവർണ നദിയിൽ 3 പ്രാവശ്യം മുങ്ങി എഴുന്നേൽക്കുന്നു. വേദമന്ത്രങ്ങളും പ്രാർത്ഥനകളും മുഴങ്ങുന്നു. ആറാട്ട് കഴിഞ്ഞുള്ള ദേവിയുടെ വിഗ്രഹം നദിയുടെ തീരത്തുള്ള ഓലക മണ്ഡപത്തിലാണ് വിശ്രമിക്കാനായി വയ്ക്കുന്നത്.
ഈ ഒരു രാത്രി സ്വസ്ഥമായ കാനനവാസിയാണ് വനദുർഗിയായ ദേവി. പിറ്റേ ദിവസം രാവിലെ ഓലക മണ്ഡപത്തിൽ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ചു വരുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. എല്ലാവർക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ?